ഒരു പക്ഷേ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് മുളക് വെട്ടിയത്തെ അവസാന വീഡിയോ ആയി. ഓരോ പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകും തോറും എന്തെങ്കിലും ഈ ബ്രാൻഡ് വെച്ച് നമ്മൾ രക്ഷപ്പെടുന്നുള്ള ഹോപ്പ് ഞങ്ങളുടെ മനസ്സിൽ നല്ലോണം ഉണ്ടായിട്ട്, അതുകൊണ്ടാണ് മഴക്കാലം വന്ന് സെയിൽസ് പറഞ്ഞപ്പോഴും നല്ല കോമ്പറ്റീഷനുള്ള ഫീൽഡാണ്, നിങ്ങളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല എന്ന് ആൾക്കാർ പറഞ്ഞു. കാര്യമാക്കാണ്ട് ഇതിന്റെ പുറകെ ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്ന വലിയൊരു പ്രതീക്ഷയായിരുന്നു യു എയിൽ നിന്നും ബഹ്റൈനിൽ നിന്നും വന്ന ഓർഡേഴ്സ്. അവർക്ക് ഞങ്ങൾ പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കുകയും അവർ നമ്മളെ ക്വാളിറ്റിയിൽ സാറ്റിസ്ഫൈഡ് ആവുകയും ചെയ്യും. കഴിഞ്ഞ 2 മാസമായിട്ട് ഞങ്ങൾ അതിന്റെ പുറകെയുള്ള ഓട്ടത്തിലാണ്. ഓർഡർ കുറച്ച് വലുതായതുകൊണ്ട് തന്നെ ഈ ഓർഡർ നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പല പ്രശ്നങ്ങളുള്ള പരിഹാരം ഇതിൽ നിന്ന് തന്നെ കിട്ടും. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു കച്ചിത്തുരുമ്പായിരുന്നു ഞങ്ങൾ. അതിനുവേണ്ടി എക്സ്പോർട്ടിങ്ങിന് വേണ്ട കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ലിസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഓരോന്നായി കംപ്ലീറ്റ് ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള കമ്പനി രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെങ്കിൽ ഒരു കറണ്ട് അക്കൗണ്ട് എടുക്കേണ്ടത് നിർബന്ധം. ഇതിനായിട്ട് ഞങ്ങൾ അപ്രോച്ച് ചെയ്ത ആക്സിസ് ബാങ്കിന്. അവർ പറഞ്ഞത് 15 ദിവസം കൊണ്ട് അക്കൗണ്ട് ഓപ്പൺ ആക്കി തരാനാണ്. പക്ഷെ 15 ദിവസം കഴിഞ്ഞ് അവിടെ പോയപ്പോൾ അവർ പറയാം അഡ്രസ് തന്നോണ്ട് തന്നെ ഇനിയും കുറച്ച് സമയം എടുക്കും, പറ്റൂല നിങ്ങൾ വേറെ ബാങ്ക് നോക്കിക്കോ. ഇവിടെ അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നതിന് മുമ്പ് ഞങ്ങൾ എല്ലാ ബാങ്കുകളിലും കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അതിൽ ബെറ്റർ ആയിട്ട് ഇവരെ തോന്നിയതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ നിന്നത്. കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ബാക്കി കാര്യങ്ങളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇനി വേറൊരു ബാങ്ക് പോയാൽ തന്നെ ഇത്രയും ദിവസം പിന്നീട്, അതുവരെ ഇപ്പോൾ വന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇനിയും വെയിറ്റ് ചെയ്യണമെന്നില്ല. ഹാർഡ് വർക്ക് മാത്രം വെച്ചിട്ട് ഈ വലിയൊരു മാർക്കറ്റിൽ നിങ്ങൾക്ക് പിടിച്ചു വെക്കാൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും